മോളെ മോളെ വയ്യ മോളെ വയ്യ വയ്യ മോളെ വയ്യ ഞാനിപ്പോ ചാവുവേ. അയ്യോ 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 അമ്മയ്ക്ക് ഷുഗർ ലോ ആയതെന്നാ തോന്നുന്നേ. നിങ്ങളൊന്ന് വീശി കൊടുക്കേ, ഞാനിപ്പോ വരാം. അമ്മ ഞാൻ ഇപ്പൊ വരാവേ. അതെ മോളെ അതെ നല്ല സ്വീറ്റ് ജിലേബി തന്നെ എടുക്കണേ. അയ്യോ 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 അതെ ഡോക്ടർ ഇപ്പൊ വരും, അതുവരെ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അമ്മ അമ്മ മാറങ്ങോട്ട്. ജിലേബി വന്നോ? വലുത് മധുരം കഴിക്ക്. അയ്യോ മധുരമില്ല. അയ്യോ വയ്യ. ഓ ഈ ജിലേബിക്ക് മധുരം ഇല്ല പേട്ടി. ആണോ? വയറ്റിൽ കണ്ട എനിക്ക് വയ്യേ. ഓ അയ്യോ അമ്മേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നോ പേട്ടി, ഹോസ്പിറ്റലിൽ പോകണ്ട. അമ്മ ജിലേബി വേണോ? വേണ്ട വേണ്ട മോളെ, ജിലേബി വേണ്ട, ലഡു മതി. അയ്യോ മതി മതി, അമ്മയ്ക്ക് അധികം മധുരം കൊടുക്കണ്ട. ഒന്നാമതേ അമ്മയ്ക്ക് ഷുഗറിന്റെ പ്രോബ്ലം ഉള്ളതാ. ഉള്ള മധുരം എല്ലാം കൂടി കഴിച്ച് ഷുഗർ കൂടി പോയാ അതും കുഴപ്പമാവും. അമ്മ എന്ത് വേണം? ഡോക്ടർ എത്തി. ഓ മൈ ഗോഡ്, ഈ ദുഷ്ടത്തികളെല്ലാം ഡോക്ടറെ വിളിച്ചല്ലോ. എന്റെ ആക്കിക്ക് മനസ്സിലാകാതെ ഡോക്ടർ വല്ല ഇഞ്ചക്ഷൻ വെച്ച് തരുമോ? രക്ഷിക്കണേ എന്റെ കണ്ണാ കൃഷ്ണ. അയ്യോ അയ്യോ ഓ എന്തുപറ്റി അമ്മേ? അറിയില്ല ഡോക്ടർ, നിന്ന് നിൽപ്പില് ക്ഷീണിച്ചു വീണതാ. ചിലപ്പം ലോ ഷുഗർ ആയിരിക്കും. ഞാന് 1-2-3 ജിലേബി കൊടുത്തായിരുന്നു. അത് താനങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എന്നിട്ട് സ്വയം ചികിത്സയും വിധിച്ചു, ജിലേബി കൊടുത്തു പോലും. ചിലപ്പോ ഷുഗർ ഹൈ ആയതാണെങ്കിലും പേഷ്യന്റിന്റെ ജീവൻ തന്നെ അപകടത്തിലാവില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം കേട്ടല്ലോ. എന്റെ ഡോക്ടറെ, എനിക്ക് വയ്യ ഡോക്ടറെ, ഞാനിപ്പോ ചാവുവേ. അയ്യോ ഡോക്ടറെ വയ്യാണ്ടേ. ഈശ്വര, ഈ അമ്മ അഭിനയിച്ച് കോളം ആക്കുമല്ലോ. അയ്യോ ഓ ഓ അയ്യോ ഡോക്ടറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഒന്ന് മുറിയിലോട്ട് കൊണ്ടുപോകാൻ പറ. അയ്യോ അയ്യോ അയ്യോ. എന്താ ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ചെറിയൊരു കുഴപ്പം കാണുന്നുള്ളൂ. നിങ്ങൾ അമ്മയെ മുറിയിലോട്ട് കൊണ്ടുപോവാ. മായച്ചി, നമുക്ക് കൊണ്ടുപോയി റൂമിൽ കിടത്താം. അമ്മ വേണ്ട, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അമ്മേ അമ്മേ മാറ്. കൃഷ്ണ പതുക്കെ കൊണ്ടുപോണേ. ഗുരുവായൂരപ്പ. അമ്മയുടെ അഭിനയം ഏറ്റവും തോന്നുന്നു. എവിടെ പോയി? എന്താ ചെയ്യ? ആശുപത്രി കൊണ്ടുപോയാൽ മതിയായിരുന്നു അല്ല മായച്ചി? ഡോക്ടർ പരിശോധിച്ചിട്ട് തീരുമാനിക്കട്ടെ. ഇനി വല്ല സർജറിയും വേണ്ടി വരൂ? കഷ്ടം, കഥയറിയാതെ ആട്ടം കാണുന്ന 3 സുന്ദരി കോതകൾ. ഡോക്ടർക്ക് എന്താ BP കൂടിയോ? എങ്ങനെ കൂടാതിരിക്കും? അങ്ങനെ ഒരു കൂട്ടത്തിലല്ലേ അമ്മ എന്നെ കൊണ്ടിട്ടത്. DKയുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ ഈ കള്ളം പറയും? ഡോക്ടർ ഒന്നും പറയണ്ട. എന്റെ മോൻ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളയല്ല. ഞാൻ പറയുന്നതിനൊക്കെ ഡോക്ടർ ഒന്ന് ഏസ് മുളിയാ മതി. എവരിത്തിങ് ഓക്കെ. ആ ഡോക്ടർ ലഡു കഴിക്കുക. ഒരു പാവൻ ഡോക്ടറായ എന്നെ കൂടെ ഒരു രോഗിയാക്കോ?
Wow. ഡോക്ടർ എന്തായി ഡോക്ടർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. BP കുറച്ച് കൂടുതലാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഡോക്ടർ? വേണ്ട, തൽക്കാലം അതിന്റെ ആവശ്യമില്ല. എന്താ ഡോക്ടർ, അമ്മയ്ക്ക് എന്ത് പറ്റി? അത് പിന്നെ അല്ല, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്ന നിപ്പില് ഒരു മയക്കം പോലെ വന്നു, അത്രേ ഉള്ളൂ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഡോക്ടർ, എന്താ അമ്മയുടെ കണ്ടീഷൻ? വരൂ പറയാം. ശരി ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ബൈ. അമ്മേ, അമ്മേ, എന്തു പറ്റി അമ്മേ? അമ്മേ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? മറുപടി പറയാമേ. ഇപ്പൊ എന്തെങ്കിലും വയ്യായികയുണ്ടോ? അമ്മ എന്തിനാ ഇത്രയ്ക്ക് സങ്കടപ്പെടുന്നത്? ടെൻഷൻ കൊണ്ട പോലെ. ടെൻഷനോ? എന്തിന്? നിന്ന നിപ്പിൽ ഒറ്റ വീഴ്ചയായിരുന്നു. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്നോരേ വാശി. എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ലൈഫ് എല്ലാം അവസാനിച്ച പോലെ തോന്നുന്നു. നിന്നെ കുറിച്ച് ഓർത്ത അമ്മയ്ക്ക് ടെൻഷൻ മുഴുവൻ. ഇതെന്തോ പുതിയ നമ്പറാന്നാ എനിക്ക് തോന്നുന്നത്. വരട്ടെ, എവിടം വരെ പോകുന്നു നോക്കാം. അതെ, പ്രായമായിട്ടുള്ള ആൾക്കാരാ. ഏത് നിമിഷവും എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിക്കുന്ന സമയെങ്കിലും അമ്മയും ഹാപ്പി ആക്കാൻ നോക്ക് ഹിറ്റ്ലറെ. ഈ ബേക്കറിക്കാരി, അവസരത്തിനനുസരിച്ച് വേണം സംസാരിക്കാൻ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ മോനെ. അവളെ വഴക്ക് പറയരുത്. പ്രായം ഒരു സത്യം തന്നെയാ. മനസ്സ് ചെറുപ്പമാണെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ലൈഫ് തീരന്റെ അടുത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. അമ്മ ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന എന്തിനാ? സന്തോഷമായിട്ട് ഇരുന്നൂടെ അമ്മയ്ക്ക്? എന്തുകൊണ്ട് സന്തോഷിക്കാൻ? എന്തുണ്ട് ഈ വീട്ടിൽ പണമല്ലാതെ? എന്റെ ഈ മരുമക്കൾ പോലും ഒട്ടും ഹാപ്പിയിലല്ല ഇവിടെ ജീവിക്കുന്നത്. അമ്മ ഇതെന്തിനുള്ള പുറപ്പാടാ? ഇവർക്കൊന്നും സന്തോഷമില്ലാന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? ഇവരാരെങ്കിലും പറഞ്ഞോ? അയ്യോ DK, ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് അമ്മ സ്വയം പറയുന്നതാ. മോനെ, നിന്റെ ഈ ഡോക്ടർ ലോസ് നിന്നെ പേടിച്ച് ഒന്നും പറയില്ല. പക്ഷേ ഐ ആം എ മദർ. ഐ ആം അണ്ടർസ്റ്റാൻഡ് എവരിതിങ്. ദേ ആർ നോട്ട് ഹാപ്പി. ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ഇവരാരും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനെങ്ങനെ അറിയും? വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടിയാ ഇവര് 3 ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
ഞാൻ കാരണം അതും മുടങ്ങി. പോകാൻ റെഡിയായ അവരുടെ യാത്രയും മുടങ്ങി. ഞാൻ നിന്നെ ജ്യോതിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് സ്ലീപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അമ്മ ഇത് എങ്ങോട്ടാ റൂട്ട് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നു? മോനെ കണ്ണ, എനിക്കതിന് പരിഹാരം ചെയ്യണം. അതിനെന്താ, അവര് ഭർത്താക്കന്മാരും ഭാര്യമാരും കൂടി അടുത്തൊരു ട്രിപ്പ് പോയിട്ട് വരട്ടെ. നോ 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 നോ, ആ ട്രിപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാനിപ്പോ ഒരു രോഗിയാ. ഇവിടുന്ന് എങ്ങോട്ടും തക്കാലം പോകാനും പറ്റില്ല. അതുകൊണ്ട് ഇവര് നടക്കാതെ പോയ വാലന്റൈൻസ് ഡേ ആഘോഷം ഈ അമരാവതി വെച്ച് തന്നെ നടക്കണം. അതെനിക്ക് കാണണം പോലെ. അമ്മ എന്ത് മണ്ടത്തരയി പറയുന്നത്? ഇത് മാർച്ച് മാസമാ, ഫെബ്രുവരി കഴിഞ്ഞുപോയി. ഇനി വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ 1 കൊല്ലം കഴിയണം. നോ മൈസൺ, ഈ വാലന്റൈൻസ് ഡേ ആഘോഷം നടക്കണം ഈ മാർച്ച് മാസത്തിലോ? അമ്മ ഇത് നടക്കാത്ത കാര്യമാണ്. വൈ, നീ വിചാരിച്ച ഇത് വാക്കവളാവും? ഇവര് 3 പേരും അവരുടെ ഭർത്താക്കന്മാരും പിന്നെ നീയും ജ്യോതിയുടെ ചേർന്ന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. നോ, ഇത് നടക്കില്ല. അധികം ആലോചിച്ച് വിഷമിക്കാതെ അമ്മ റെസ്റ്റ് എടുക്കും. കൊള്ളാം, നല്ല മകൻ തന്നെ. അമ്മയുടെ ജീവനേക്കാൾ പ്രധാനം അവരവരുടെ വാശിയാണല്ലോ അല്ലേ? ഇനി എന്റെ കൂടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനുള്ള മടി കൊണ്ടാ നോ എന്ന് പറയുന്നതെങ്കിൽ അമ്മയോട് നിങ്ങൾക്കുണ്ടെന്ന് പറയപ്പെടുന്ന സ്നേഹം കളവാണെന്നേ ഞാൻ പറയൂ. അയ്യോ, വേണമെങ്കിൽ നിങ്ങളുടെ മരുമക്കളോട് ചോദിച്ചു നോക്ക്, അവർക്ക് ഈ ആഘോഷത്തിന് ഇഷ്ടമല്ലേ എന്ന്. അമ്മേ, എന്താ കണ്ട? അമ്മ റെസ്റ്റ് എടുത്തോളൂ. നമുക്ക് പിന്നെ സംസാരിക്കാം. നിന്റെ ഐഡിയ ഇനി വർക്കൗട്ട് ആവില്ല. അയ്യോ, ഇത് ആരുടെ ഐഡിയ ഒന്നും അല്ല, എന്റെ അവസാനത്തെ ആഗ്രഹമാ. അത് സാധിച്ചാൽ നിനക്ക് മനസ്സില്ലെങ്കിൽ മരിക്കുന്നതല്ലേ നല്ലത്. DK, അമ്മയുടെ ആഗ്രഹമാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ ആ ദിവസം ആഘോഷിക്കാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. പ്ലീസ് DK, ഇത് വേണ്ടെന്ന് പറയരുത്. ഇവള് കാരണം നഷ്ടം ഉണ്ടായത് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾക്കിത് ആഘോഷിക്കണം DK. ശരി, എല്ലാവരുടെയും ഇഷ്ടം അതാണെങ്കിൽ ഞാൻ ഈ മണ്ഡലത്തിന് കൂട്ടു നിൽക്കാം. അമ്മയുടെ ആഗ്രഹമായി പോയില്ല. സത്യത്തിൽ അമ്മ എന്നെ കുരങ്ങ് കളിപ്പിക്കാണോ അതോ അമ്മ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? രണ്ടായാലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമ്മതിക്കാം. പക്ഷെ എന്നെ ഒന്നിനും വിളിക്കരുത്. നീ ഇല്ലെങ്കിൽ ആഘോഷം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കോളാം. വേണ്ട, ഇനി അതിന്റെ പേരിൽ അടുത്ത അസുഖം വരണ്ട. അമ്മ പറയുന്ന ഏത് വിഡ്ഢിവേഷവും ഞാൻ അഭിനയിച്ചു തരാം. പോരെ? എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ പ്ലാൻ ചെയ്തോളൂ. നിങ്ങൾക്ക് വേണ്ടി ഞാനിതൊക്കെ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് മെമ്മറി വേണം. അയ്യോ, അമ്മ ഇത് പ്ലാൻ ചെയ്തത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. അതൊന്നും നടന്നില്ലെങ്കിലും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കും കൂടി ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും ഇത് സന്തോഷം തന്നെയാണ്. വാടി, എന്തൊക്കെ ആഘോഷം വേണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. Ready? Success! Yeah!
നമ്മുടെ പ്ലാൻ സക്സസ് ആയി. നമ്മുടെ അല്ല അമ്മയുടെ പ്ലാൻ. യെസ്, ദിസ് ഈസ് മൈ പ്ലാൻ. പക്ഷേ ഈ ആകാശത്തിനിടയിൽ നീ അവനെ വളയ്ക്കണം. അതൊന്നും നടക്കില്ല അമ്മ. ഹിറ്റ്ലറിന്റെ മനസ്സിൽ ഇപ്പോഴും സുപ്രിയ മാത്രമേ ഉള്ളൂ. ഐ നോ. ഇന്ന് അവന്റെ മനസ്സിൽ സുപ്രിയ മാത്രമേ ഉള്ളൂ എന്ന് കരുതി നാളെ അത് ചേഞ്ച് ആയിക്കൊള്ളണമെന്നില്ല. അവന്റെ മനസ്സിൽ അറിയാതെ ചിലപ്പോ നിന്റെ രൂപം പതിഞ്ഞാലോ? പിന്നെ അന്ന് കാക്കകൾ ഒരുമിച്ച് മലർന്നങ്ങ് പറക്കും. ബേട്ടി, ജസ്റ്റ് വെയിറ്റ്, എല്ലാം ഹാപ്പിയാവും. അവൻ നിന്നെ ലവ് ചെയ്യും. ഐ ആം ഷുവർ. മോളെ, എങ്ങനെയുണ്ടായിരുന്നു ആക്ടിങ്? ആക്ടിങ്ങിൽ അമ്മയെ തോൽപ്പിക്കാൻ ആർക്കാ പറ്റുന്നത്? ഇപ്പൊ തന്നെ എന്തൊരു പ്രകടന കാഴ്ചവെച്ചേ. അതുകൊണ്ടെന്താ, മാർച്ചിൽ നിനക്ക് ഹസ്ബൻഡിന്റെ കൂടെ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു കൂടെ? ആ ബേട്ടി, വാട്ട് ഈസ് ദിസ്? സൂര്യക്ക് കുടിക്കാൻ പാല് കാച്ചിയതാ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. നിന്നോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞായിരുന്നല്ലോ. അവിടെ മമ്മി ഒറ്റയ്ക്കല്ലേ? അതും മാത്രല്ല, നിനക്ക് വന്ന കേക്കിന്റെ ഓർഡർ അത് സമയത്തിന് ചെയ്തു കൊടുക്കണ്ടേ? ബേട്ടി, വാട്ട് ഹാപ്പൻ? എവിടെ പോകുന്ന കാര്യം നീ പറയുന്നത്? അമ്മ അങ്ങ് വീട്ടിലേക്ക്. ആഹാ, അത് കൊള്ളാലോ. ഇവിടെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുമ്പോഴാണോ? നോ നോ നോ, നോട്ട് വാക്കിംഗ്. അത് നടക്കില്ല. വാലന്റൈൻസ് ഡേ ആഘോഷം കഴിഞ്ഞിട്ട് പ്രിയ വീട്ടിൽ പോയാ മതി. അത് സാരമില്ല അമ്മേ, സൂര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കണ്ടില്ല അമ്മ, എന്നെ ഇവിടെ നിൽക്കാൻ ചേച്ചി സമ്മതിക്കുന്നില്ല. അല്ല, വീട്ടില് മമ്മി ഒറ്റയ്ക്കാ അമ്മേ, അതുകൊണ്ടല്ലേ. അതിനെന്താ, ഫാദറില്ലേ വീട്ടിൽ? വേണ്ടമ്മേ, ചേച്ചിക്ക് ഇഷ്ടമില്ലാത്തടുത്ത് ഞാൻ നിൽക്കുന്നില്ല. വാട്ട് ഹാപ്പൻ? നിങ്ങൾ ചേച്ചി അടുത്ത് പിണങ്ങിയോ? അയ്യോ, അങ്ങനൊന്നും ഇല്ലമ്മേ. എങ്കിൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കട്ടെ, പക്ഷെ കഴിഞ്ഞിട്ട് പോയാ മതി. അല്ലമ്മ, അത് വേണോ? അവിടെ വേണം. ദിസ് ഈസ് മൈ ഡിസിഷൻ. പ്രിയ, കം. സൂര്യയുടെ അടുത്തേക്ക് ഞാനും വരാം. കം, ഗോ. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് മാസം 1 കഴിഞ്ഞു. ഈ മാർച്ചിൽ അതിന്റെ ഡമ്മി ഉണ്ടാക്കാൻ പോവാണോ നീ ഡീക്കയും ചേർന്ന്? ആണെങ്കി അതിന് നിങ്ങക്ക് എന്താ കുഴപ്പം? മാർച്ചില് വാലന്റൈൻസ് ഡേ ആഘോഷിച്ച CBIക്ക് കേസെടുക്കാൻ വല്ല വകുപ്പുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. ആരും നിന്റെ പേര് കേസെടുക്കാനും പോകുന്നില്ല. നിന്റെ ജീവിതം അവിടെ ഇവിടെയും തട്ടി ഉടഞ്ഞു പോകാതിരിക്കും പറഞ്ഞേ ഉള്ളൂ. ഉടഞ്ഞു പോവാൻ ഞാനെന്താ സ്ഫടികത്തിൽ നിർമ്മിച്ച പ്രതിമയാണോ? നീ ഇപ്പോ റിമോട്ട് കൊണ്ട് ചലിക്കുന്ന ഒരു പ്രതിമ തന്നെയാ. റിമോട്ട് DKയുടെ കയ്യിലാണെന്ന് മാത്രം. ഇതിലെ വോയിസ് റിക്കവർ ചെയ്യാനാ ഞാനിപ്പോ പോകുന്നേ. ആദ്യം ഇതൊന്ന് റിക്കവർ ചെയ്തോട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിന്റെ ഹിറ്റ്ലർ വാലന്റൈൻസ് ഡേ ആഘോഷിക്കണോ അതോ ശിഷ്ടകാലം ജയിലിൽ കിടക്കണോന്ന്. അവൻ കുറ്റവാളിയാണെന്ന് ഞാൻ തെളിയിക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അവന് വേണ്ടി ഒരു ദുഃഖപുത്രിയുടെ വേഷം കെട്ടി ഈ അമരാവതി തന്നെ ജീവിക്കോ നീ? അതുകൊണ്ട് അവനുമായിട്ട് അധികം അടുക്കാൻ നിൽക്കണ്ട. അമ്മയുടെ വെറും ഭ്രാന്ത ഈ ആഘോഷം.
നീ അതിൽ നിന്നങ്ങ് മാറി നിന്നേക്ക്. ഉപദേശമൊക്കെ കൊള്ളാം മിസ്റ്റർ CBI. പക്ഷേ ഞാനിപ്പോ DKയുടെ ഭാര്യ, ഈ വീടിന്റെ അധികാരി. വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാൻ അധികാരമുള്ള മിസ്സസ് ഹിറ്റ്ലർ. പക്ഷെ ഞാനത് പറയില്ല. കാരണം ഞാൻ ഈ വീട്ടിൽ ദൈവത്തെ പോലെ കരുതുന്ന ഒരാൾ, ഇവിടുത്തെ അമ്മ.